ശ്രീറാം വെങ്കിട്ടരാമനെതിരെ നരഹത്യ കുറ്റം ചുമത്തി വിചാരണ ചെയ്യാൻ ഉത്തരവ്. കുറ്റപത്രം അടിസ്ഥാനരഹിതമാണെന്ന പ്രതിയുടെ വാദം കോടതി തള്ളി. പ്രതി വിചാരണ നേരിടണം, കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് കോടതി പറഞ്ഞു. കേസ് അടുത്ത മാസം 6-ന് പരിഗണിക്കും. വി വിനോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ശ്രീറാം വെങ്കിട്ടരാമന് കനത്ത തിരിച്ചടി, വിശദാംശങ്ങൾ എങ്ങനെയാണ്? നരഹത്യ കുറ്റമാണ് ശ്രീറാം വെങ്കട്ടരാമനെതിരെ ചുമത്തിയിരിക്കുന്നത്. തുടർച്ചയായ 4 തവണ കോടതി ഹാജരാകാൻ ശ്രീറാം വെങ്കിട്ടരാമൻ തയ്യാറായിരുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടായി എന്ന വിമർശനം ഉയർന്നിരുന്നു. നേരത്തെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം ആരോഗ്യവകുപ്പിന്റെ ചുമതല നൽകുന്ന നടപടികളിലേക്ക് സർക്കാർ മാറുകയും ചെയ്തു. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ചുമതലകളും ശ്രീറാം വെങ്കിട്ടരാമന് നൽകി. ഇപ്പോഴാണ് KM ബഷീറിനെ വാഹനം പിടിച്ചെടുത്തിയ കേസിൽ ശ്രീറാം വിചാരണ നേരിടുന്ന കോടതി നടപടി വെങ്കിട്ടരാമന്റെ വാദം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. ശ്രീറാം സുരക്ഷയായി ഹാജരായിരുന്നയാൾ കുറ്റപത്രം വായിക്കുന്നത് പലതവണ കോടതി മാറ്റിവെച്ചിരുന്നു. കഴിഞ്ഞ തവണ പ്രതിയെ വാക്കാൽ സാക്ഷിച്ച കോടതി നേരിട്ട് ഹാജരാകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീറാം കോടതിയിൽ ഹാജരായത്. കോടതി മുറിയിൽ പ്രതികൾ നിൽക്കുന്ന കൂട്ടിൽ നിന്ന് തന്നെയാണ് ശ്രീറാം ഈ വാദങ്ങളെല്ലാം കേട്ടത്. ശ്രീറാമിനെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ നടപടി വലിയ വിമർശനത്തിന് ഇതിനകം വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീറാം വെങ്കിട്ടരാമനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി വിചാരണ ചെയ്യാൻ ഉത്തരവ് വന്നിരിക്കുന്നു. കുറ്റപത്രം അടിസ്ഥാനരഹിതമാണെന്ന പ്രതിയുടെ വാദം കോടതി തള്ളിയിരിക്കുകയാണ്. പ്രതി വിചാരണ നേരിടണം, കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. കേസ് അടുത്ത മാസം 6-ന് പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്നു.